ഹായ്, ഇന്നലെ ബിൻസി അനുമോളെ എടുത്തിട്ട് കുടയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഷാനവാസ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഷാനവാസിനോടൊന്നും സംസാരിച്ചില്ല. അനുമോളെ മാത്രമാണ് എടുത്തു കുടഞ്ഞത്. അപ്പാനി ശരത്തും ബിൻസിയും ചേർന്ന്. ഷാനവാസ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഷാനവാസിനെ കുറിച്ച് ഇവർ പറയുന്നത്. എന്തുകൊണ്ട് ഷാനവാസ് ഇന്നലെ അനുമോളെ സംരക്ഷിക്കാൻ വന്നില്ല, അതെന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി ഷാനവാസ് പിന്നീട് പറയുന്നുണ്ട്. ഇവിടെ ശരിക്കും എന്താണ് വിഷയം? അപ്പാനി ശരത്ത് ബിൻസി വിഷയം അനുമോളും ഷാനവാസും ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പാനി ശരത്തിനോട്. അനുമോളും അപ്പാനി ശരത്തും തമ്മിലുള്ള വഴക്കിനിടയിൽ അനുമോൾ പറഞ്ഞ ഒരു വിഷയമാണ്. അവിടെ അപ്പാനി ശരത്ത് നല്ല രീതിയിൽ പ്രതികരിച്ചു അനുമോളോട്. ഷാനവാസ് അപ്പാനി ശരത്തിനെ ഭീഷണിപ്പെടുത്തി തന്നെ ഈ കാര്യം പറഞ്ഞു. പക്ഷേ ഷാനവാസിനോട് അപ്പാനി ശരത്ത് എന്താണിക്ക പറയിക്ക എന്തായിക്ക എന്നുള്ള രീതിയിൽ കാല് പിടിച്ചാണ് സംസാരിച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോ ബിൻസിയും അപ്പാനി ശരത്തും ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് ഷാനവാസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഷാനവാസിനോടൊന്നും പറഞ്ഞില്ല. ഷാനവാസ് പോയതിനു ശേഷം ഇവർ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഷാനവാസ് അനുമോളെ സംരക്ഷിക്കാൻ വന്നില്ല? അന്ന് നടന്ന വിഷയത്തിന്റെ ലൈവ് ഇപ്പോൾ പല ആൾക്കാരും വീഡിയോ ആയി ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് ഷാനവാസിനോട് ഈ വിഷയം പറയുന്നത് ശൈത്യയും ആദില, നൂറ, അതുപോലെ അനുമോളും ചേർന്നാണ്. അനുമോളൊന്നും പറയുന്നില്ല, പക്ഷെ അനുമോൾ അവിടെ ഉണ്ടായിരുന്നു. ഈ വിഷയമെല്ലാം ഷാനവാസിനോട് പറയുന്നത് ഇവരാണ്. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്, ഇവർക്ക് നെഗറ്റീവ് ആകും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടാണ് അപ്പാനി ശരത്തിനോട് ഷാനവാസ് പ്രതികരിച്ചത് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പറയുന്നത്. എന്നാൽ സത്യം അതല്ല. ഈ വിഷയമെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇന്നലെ നടന്ന വിഷയമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷാനവാസും അഭിലാഷും സംസാരിക്കുന്നുണ്ട്. ആ മാരുതി കോർണറിന്റെ അവിടെ വെച്ച് അപ്പാനി ശരത്തും ബിൻസിയും ചെയ്ത കാര്യം എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ് എന്ന് അഭിലാഷിനോട് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പൊ അഭിലാഷ് അതെ, നമ്മൾ അന്ന് കണ്ടതാണ്, ആ വിഷയം തന്നെയാണ് ആ കുട്ടികളും കണ്ടിരിക്കുന്നത്. അതായത് ആദില, നൂറ, ശൈത്യ, അനുമോൾ ഇവരും അതേ വിഷയം തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതാണ് അന്ന് എന്നോട് പറഞ്ഞത്. അതായത് അവര് പറഞ്ഞ വിഷയം ഷാനവാസും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരോട് താൻ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല ഷാനവാസ്. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് അപ്പാനി ശരത്തിനെ ഭീഷണിപ്പെടുത്തിയത്. അതായത് ഷാനവാസ് കണ്ട കാര്യമായതുകൊണ്ടാണ്. ഇവിടെ ഷാനവാസ് ഇന്നലെ അനുമോളെ സംരക്ഷിക്കാതെ മാറിപ്പോവാനുള്ള കാരണവും ഷാനവാസ് തന്നെ പറയുന്നുണ്ട്. പല ആൾക്കാരും പറയുന്നു ഷാനവാസ് പേടിച്ചിട്ട് മാറിപ്പോയതാണ് എന്ന്. ഷാനവാസ് കൃത്യമായി പറയുന്നു, ഞാൻ അവളെ സംരക്ഷിക്കാൻ പോവാത്തതിന് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു നന്ദിയില്ല. അതുകൊണ്ടാണ് ഞാൻ അനുമോളെ സംരക്ഷിക്കാൻ പോവാതിരുന്നത്. ഞാൻ ഒരുപാട് തവണ അവൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, അവൾക്ക് വേണ്ടി പല ആൾക്കാരുമായിട്ടും ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അവൾക്കൊരു നന്ദിയില്ല, അതിന്റെ സ്നേഹം പോലുമില്ല, ഒരു ആശ്വാസ വാക്ക് പോലും അവൾ പറയാറില്ല എന്നുള്ളൊരു കാര്യമാണ് ഷാനവാസ് അഭിലാഷിനോട് പറയുന്നത്. അഭിലാഷ് അത് സമ്മതിക്കുന്നു, ശരിയാണ് എന്നുള്ള തരത്തിൽ. അതായത് മുൻപ് അക്ബർ, ആര്യൻ അനുമോളെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഷാനവാസ് ആണ് ഇടപെട്ടത്. ആ വിഷയത്തിൽ ഷാനവാസ് ഇപ്പോഴും പറയുന്നുണ്ട് അനുമോൾക്ക് ആ സമയത്ത് നന്ദി ഉണ്ടായിരുന്നില്ല എന്ന്. അതുപോലെ തന്നെ നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിച്ച സമയത്ത് ഷാനവാസാണ് ഇടപെട്ടത്. ആ സമയത്ത് ഷാനവാസ് കൃത്യമായി ഇടപെട്ടു. അനുമോള് വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവൻ വന്ന് വെള്ളം ഒഴിച്ചത്, വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ നെവിനോട് സംസാരിച്ചു. നെവിനോട് വഴക്കിട്ടു. ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞ കാര്യം ആരും ഇടപെട്ടില്ല ലാലേട്ട, ഇതൊക്കെ അങ്ങനെയാണ്, ആരും ഇടപെടില്ല എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിക്കുന്നു. അവിടെ ഷാനവാസ് ഇടപെട്ട കാര്യമൊന്നും അനുമോൾ പറയുന്നില്ല. ഇത് കൃത്യമായിട്ട് ഷാനവാസ് അഭിലാഷോട് പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടാതിരുന്നത്, അവൾക്ക് നന്ദിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാതിരുന്നത് എന്ന്. അതായത് ബിൻസി അപ്പാനി വിഷയം ഷാനവാസും കണ്ടിട്ടുണ്ട്. അതേ വിഷയം തന്നെ ഷാനവാസിനോട് ഈ പറയുന്ന ശൈത്യയും ആദിലയും നൂറയും അനുമോളും പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ എന്തുകൊണ്ട് അനുമോളോട് മാത്രം ഇവർ ചോദിക്കുന്നു, ഷാനവാസിനോട് ചോദിക്കുന്നില്ല? കാരണം ഷാനവാസിനെ പേടിയാണ്. ഷാനവാസ് ഉള്ളത് മുഖത്ത് നോക്കി പറയും, അത് വേറെ കാര്യം. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദില, നൂറ സത്യം പറഞ്ഞാൽ അനുമോൾക്കും ഷാനവാസിനും പറ്റിയ വമ്പൻ മിസ്റ്റേക്കാണ് ഇവരെ സുഹൃത്തായി കൂട്ടിയത്. സത്യം പറഞ്ഞാൽ റിയൽ കട്ടപ്പ ഇവരാണ്. പ്രത്യേകിച്ച് ആദില. ഷാനവാസ് ആയാലും ശരി, അനുമോളായാലും ശരി, ശരിക്കും പെട്ടുപോയതാണ്. അനുമോളും ഷാനവാസും ഇവർക്കെതിരെ, ആദില, നൂറയ്ക്കെതിരെ വലിയ രീതിയിലുള്ള കുറ്റങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരങ്ങനെയല്ല. അന്ന് നടന്ന വിഷയത്തിൽ പോലും ആദില അനുമോളെ കുത്തിയാണ് ഇന്നലെ സംസാരിച്ചത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഷാനവാസിനോട് പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന ആദില. ഇവരെ വിശ്വസിക്കാൻ പാടില്ല. ഇവർ വളരെ മോശപ്പെട്ട രണ്ടാൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ, ചതിക്കുന്ന കാര്യത്തിൽ. റിയൽ കട്ടപ്പ. എന്തായാലും ഷാനവാസിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. ഷാനവാസ് കണ്ട കാര്യമാണ്. ഷാനവാസ് മാത്രമല്ല, അഭിലാഷും കണ്ടതാണ്. അത് ഇന്നലത്തെ ലൈവിൽ കൃത്യമായി അവർ പറയുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതേ വിഷയം തന്നെയാണ് ഈ പറയുന്ന അനുമോളും കണ്ടിരിക്കുന്നത്. ബിൻസി ഇപ്പോ വലിയ സംഭവമായിട്ട് അങ്ങ് ആറാടുകയാണ്. എന്തുകൊണ്ട് ഷാനവാസിനോട് ഇവർ ചോദിക്കുന്നില്ല? അപ്പാനി ശരത്തും ബിൻസിയും ഷാനവാസിനോടല്ലേ ചോദിക്കേണ്ടത്? ഷാനവാസ് അല്ലേ ഈ പറയുന്ന അപ്പാനിയെ ഭീഷണിപ്പെടുത്തിയത്? അനുമോൾ പറഞ്ഞ കാര്യം
ഇത്ര മാത്രമേ ഉള്ളൂ, നീ കാരണമാണ് അവൾ പുറത്തു പോയത് എന്ന്. എന്തുകൊണ്ട് ഷാനവാസിനോട് ചോദിക്കുന്നില്ല? ഷാനവാസിനോട് ചോദിക്കില്ല. ഷാനവാസിനോട് ചോദിച്ചാൽ കൃത്യമായി ഷാനവാസ് പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് അവിടെ പറയും. ഈ പറയുന്ന ആദിലയെയും നൂറിയെയും ശൈത്യയെയും ഒക്കെ അവിടെ വലിച്ചിടുക തന്നെ ചെയ്യും ഷാനവാസ്. ഷാനവാസിനെ പേടിയാണ് ഇവർക്ക്. അനുമോളുടെ ഭാഗത്ത് ഇന്നത്തെ വിഷയത്തിൽ വലിയ മിസ്റ്റേക്ക് ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇവൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ നന്ദി ഇവൾക്കില്ല എന്നുള്ളൊരു കാര്യം. അത് കൃത്യമായിട്ടുള്ള പോയിന്റാണ്. ഇന്നത്തെ പ്രമോ വമ്പനടിയാണ്. ഇന്ന് മസ്താനിയും ഈ പറയുന്ന ബിൻസിയുമായിട്ടാണ്. എന്താണ് നടക്കുക എന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.